വലിയ പ്രസക്തിയുള്ള, ഇപ്പോഴും പ്രസക്തി ചോർന്നിട്ടില്ലാത്ത ഒട്ടേറെ ചിത്രങ്ങൾ, അത് യാഥാർത്ഥ്യത്തിലേക്കുള്ള തുറന്നു വച്ച കണ്ണാടി കൂടിയായിരുന്നു. അതിൽ വരവേൽപ്പ്, വെള്ളാനകളുടെ നാട് എന്നൊക്കെയുള്ളത് ഈ സിനിമയിലൊക്കെയുള്ള സാമൂഹ്യ വിമർശനം, അത് വെറും ആക്ഷേപഹാസ്യം എന്നതിനപ്പുറത്തേക്ക് അങ്ങേയറ്റം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള സിനിമകളാണ്. ഇത്രയധികം രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചുകൊണ്ട്, അത് ഹാസ്യത്തിൻ്റെ മേമ്പൊടി കലർത്തിക്കൊണ്ട് ഒരു വിമർശനം ഉന്നയിച്ച മറ്റൊരു തിരക്കഥാകൃത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനില്ല എന്ന് തന്നെയാകും. അത് എല്ലാ കാലത്തും പ്രസക്തമാണ്. അതിൻ്റെ പ്രസക്തി വർഷം ചെല്ലുന്തോറും കൂടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയം പ്രതിപക്ഷ നേതാവും അത് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം സന്ദേശത്തിലെ ഡയലോഗ് ഓർത്തെടുത്തുകൊണ്ട് താൻ ഇന്നലെ കൂടി അത് ഉപയോഗിച്ചു എന്നാണ്. അതുതന്നെയാണ് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ രംഗം കാണുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഇതെല്ലാം ഓർമ്മ വരും, അതിൻ്റെ പ്രസക്തി കൂടി വരുന്നു എന്നതാണ്. ഇപ്പോൾ മൃതദേഹമുള്ളത് അദ്ദേഹത്തിൻ്റെ വസതിയിലാണ്, ഉദയംപേരൂരിലെ വസതിയിലാണ്. കുടുംബാംഗങ്ങൾ ഉണ്ട് വസതിയിൽ. അല്പസമയം മുൻപാണ് ഇളയ മകൻ ധ്യാൻ ശ്രീനിവാസൻ എത്തിച്ചേർന്നത്. ധ്യാൻ ശ്രീനിവാസൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ പ്രമുഖരായ ആളുകളൊക്കെ വസതിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നടൻ മമ്മൂട്ടി ഉൾപ്പെടെ അവിടെ എത്തി ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം ഏതാണ്ട് 1 മണിയോടെ ടൗൺ ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. 3 മണി വരെ അവിടെ പൊതുദർശനം ഉണ്ടാകും. അവിടെ ആളുകൾക്ക് അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനുള്ള സൗകര്യമുണ്ടാകും. കണ്ണൂരിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജന്മനാട് കണ്ണൂരാണ്. പക്ഷേ അങ്ങോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നില്ല. ഉദയംപേരൂരിലെ വസതിയിൽ തന്നെയാകും സംസ്കാരം. നാളെ രാവിലെ 10-നാണ് സംസ്കാരം ഉണ്ടാകുന്നത്. ഹാഷ്മി, ഇനിയും ഒട്ടേറെ ആളുകൾ അങ്ങോട്ടേക്ക് വസതിയിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? ഉറപ്പായും അനുജ, ഒരുപാട് പേർ ഇങ്ങോട്ടൊക്കെ ഈ കണ്ടനാട്ടുള്ള ഈ വസതിയിലേക്ക്, ഉദയംപേരൂർ പഞ്ചായത്തിലെ കണ്ടനാട്ടുള്ള ഈ വസതിയിലേക്ക് ഒരുപാട് പേർ എത്തിച്ചേരുന്നുണ്ട്. അതിനകത്തെ തിരക്കൊക്കെ അതിനുള്ളിൽ കാണുകയും ചെയ്യാം. അതുകൊണ്ടാണ് പക്ഷേ രഞ്ജി പണിക്കർ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നവർ അത് ദർബാർ ഹാളിലെ പൊതുദർശന സ്ഥലത്തേക്ക് വരുന്ന ഉചിതം എന്ന് പറയാനുള്ള കാരണം, ഇങ്ങോട്ടേക്ക് നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ കഴിയില്ല. കാര്യം വിട പറഞ്ഞു പോകുന്നത്, അവസാനമായി ഒരു നോക്ക് കാണേണ്ടത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മഹാനടനെയും തിരക്കഥാകൃത്തിനെയും സംവിധായകനെയും ഒക്കെയാണ്. അല്ലെങ്കിൽ മലയാളിയുടെ ജീവിതത്തോട് അത്രമേൽ ഇഴുകിച്ചേർന്ന് നിന്ന സിനിമകൾ എഴുതിയ, എപ്പോഴും നേരത്തെ എല്ലാവരും പറയുന്നത് പോലെ എല്ലാ കാലത്തും വളരെ സജീവമായി നിന്ന് എല്ലാ കാലത്തേക്കും പ്രസക്തമായ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്ത, സാധാരണക്കാരൻ്റെ രാഷ്ട്രീയ പ്രമേയങ്ങൾ, സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ ഒരു ഭയവുമില്ലാതെ, കൂസലില്ലാതെ വിളിച്ചു പറഞ്ഞ ഒരു സാമൂഹ്യ വിമർശകൻ ശ്രീനിവാസൻ എന്തല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ മാത്രം മതി. അങ്ങനെ ഈ പോയ വർഷങ്ങളിൽ സമഗ്രമായി മലയാള ജീവിതങ്ങൾ നിറഞ്ഞു നിന്ന ഒരു സിനിമക്കാരനാണ് വിട പറഞ്ഞു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണേണ്ടത് അനിവാര്യമാണ്. ഇങ്ങോട്ടൊക്കെ ധാരാളം പേർ ഒഴുകിയെത്തുന്നു. നേരത്തെ ഒക്കെ പറയുന്ന പോലെ സിനിമകളിലെ കഥകൾ, അല്ലെങ്കിൽ അതിലെ തിരക്കഥകൾ, പ്രമേയങ്ങൾ, അല്ലെങ്കിൽ അതിലെ സംഭാഷണങ്ങൾ, അതിലൊക്കെ ഏറ്റവും പ്രധാനമായി കാണുന്നത് അതിലെ അങ്ങേയറ്റത്തെ സാധാരണത്വമായിരുന്നു. ആഡംബരങ്ങൾ ഏതുമില്ലാത്ത ഏറെ പച്ചയായ മനുഷ്യരുടെ കഥകൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏത് സിനിമകൾ എടുത്ത് നോക്കിയാലും ആ സിനിമകൾ തന്നെയായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഇനി ഉദയനാടതാനം പോലുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെതിരായ കൃത്യമായ ട്രോളുകളും പരിഹാസങ്ങളായിരുന്നു എന്ന കാര്യം ഉറപ്പായും പറയാം. അങ്ങനെ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പൊള്ളയായ അഹങ്കാരങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശരിയല്ലാത്ത പ്രവണതകൾ, അതിനോടൊക്കെതിരെ അതിശക്തമായ തൂലിക എഴുത്തുകാരനായി തിരിഞ്ഞു നിന്നു ശ്രീനിവാസൻ. എല്ലാ ദിവസവും, ഇപ്പോഴും നമ്മൾ തുടക്കം മുതൽ പറഞ്ഞ എല്ലാ ദിവസവും എന്നോണം ശ്രീനിവാസൻ സിനിമകൾ ഓർക്കാതെ ഒരു ദിവസം കടന്നു പോകാറില്ല എന്നതിന് അദ്ദേഹത്തിന്റെ പ്രസക്തിക്ക് ഏറ്റവും ഉദാഹരണമാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു പറഞ്ഞാൽ അല്പസമയം മുമ്പാണ് മമ്മൂട്ടി ഇങ്ങോട്ടേക്ക് വന്നു. മമ്മൂട്ടി വന്ന് കണ്ട് മമ്മൂട്ടി ഒരു അനുസ്മരണത്തിൽ ഇപ്പോൾ തയ്യാറായി. ഉറപ്പായും മമ്മൂട്ടി അനുസ്മരണം നമുക്ക് പ്രതീക്ഷിക്കാം. മമ്മൂട്ടിയും ശ്രീനിവാസനും തമ്മിലൊക്കെ വലിയ ആഴത്തിലുള്ള ദീർഘവർഷത്തെ ബന്ധങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ഇണക്കങ്ങളുടെയും പിണക്കങ്ങളുടെയും ബന്ധങ്ങളൊക്കെ ഉണ്ട്. ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇരുവരും തമ്മിലുള്ള സ്നേഹം, ആർദ്രത അത്രത്തോളം ഉണ്ട്. മമ്മൂട്ടിയും കുടുംബവും വന്ന് കണ്ടു മടങ്ങിയിരുന്നു. ഇനി അല്പസമയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരാൻ പോകുന്നു. പാട്യത്താണ് ശ്രീനിവാസന്റെ വീട്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഭൂമികയുമായി വളരെ ഇഴചേർന്ന് കിടക്കുന്നു ശ്രീനിവാസന്റെയും ജന്മദേശം. ഉറപ്പാണ് ഈ പറയുന്ന പോലെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങൾ ആണ് എന്നിപ്പോൾ നേരത്തെ അനുജ കട്ടൻചായയുടെയും പരിപ്പോടെയും കാര്യം പറഞ്ഞു. ആ ഡയലോഗ് പോലും ആ സന്ദേശം സിനിമയിൽ ചായ കൊണ്ടിരുന്ന ആളോട് പരിപ്പോട ഇല്ല എന്ന് പറയുകയാണ്. അപ്പം വളരെ ഗൗരവത്തിൽ ശങ്കരാടി കുമാരപിള്ള സാർ പറയുന്നുണ്ട്,
തനിക്കറിയില്ലേ ഈ പറയുന്ന രീതിയിൽ ചായയും കട്ടൻ ചായയും പരിപ്പോടെയാണ് ഞങ്ങളുടെ പ്രധാന ഭക്ഷണം എന്നറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരർത്ഥത്തിൽ ഈ പറയുന്ന എന്താ കമ്മ്യൂണിസ്റ്റ് പരിഹാസം തന്നെയാണെന്ന് പറയുമ്പോൾ പോലും അത് പരിഹാസമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അത് വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങളെ അങ്ങനെയും മുഖവരിക്കെടുത്തിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട CPM നേതാക്കളൊക്കെ. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു, ആദരമർപ്പിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് അധികം വൈകാതെ ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനെ കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇങ്ങോട്ടേക്ക് രാവിലെ ഇത് ഉറപ്പായും അനുജാം അത്രത്തോളം ആകസ്മികമായിരുന്നു ഈ മരണമെന്ന് ഉറപ്പായും പറയാം. ശരിയാണ്. ശ്രീനിവാസന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിരിക്കുന്നു എന്നൊക്കെ നമുക്ക് അറിയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും വളരെ സജീവമായി ശരിയായിരുന്നു. അദ്ദേഹത്തിന് അപ്പോഴും ചില ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പ്രകടമായി തന്നെ കാണാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പോലും പൊതുവേദികളിൽ വരികയും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഏതാണ്ട് അതേ സമയത്ത് എന്നതുപോലെ അദ്ദേഹം നിലപാടുകൾ പറയുകയും ഒക്കെ ചെയ്യുന്നു ശ്രീനിവാസൻ നമ്മൾ കണ്ടു. അദ്ദേഹം തിരികെ ആരോഗ്യത്തിൻ്റെ വഴിയിലേക്ക് വളരെ വേഗം അദ്ദേഹം മടങ്ങിയെത്തുകയാണെന്നൊരു പ്രതീതി ഉണ്ടായി. മാത്രമല്ല ഒരുപക്ഷെ വീണ്ടും സിനിമകളിലേക്ക് ആക്റ്റീവ് ആകുന്നതിന് ചില സൂചനകൾ പോലും ആ സമയത്തൊക്കെ നമ്മൾ കേട്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ശ്രീനിവാസൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അതൊരു ആകസ്മിക മരണമാണ്, ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന മരണമാണ്. അപ്പോൾ ആ ഞെട്ടൽ മാറാതെ ഇപ്പോഴും ധാരാളം പേർ ഇങ്ങോട്ടേക്ക് ഇവിടുത്തെ ഉദയംപേരൂർ ഉള്ള അദ്ദേഹത്തിൻ്റെ അയൽവാസികൾ അല്ലെങ്കിൽ ദൂരദേശങ്ങളിലുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് ശ്രീനിവാസൻ എഴുതുന്നു കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ വരുമ്പോൾ അതിനകത്ത് ശ്രീനിവാസന്റെ ഭൗതിക ശരീരം വെച്ചിരിക്കുന്ന ഈ അദ്ദേഹത്തിന്റെ ഉദയംപേരൂരിലെ കണ്ടനാട്ടെ വീട്ടിനകത്ത് ഉള്ള തിരക്ക് ഒരു സമയം പോലും ഒഴിഞ്ഞിട്ടില്ല. അതിനുശേഷം അതങ്ങനെ തുടരുന്നുണ്ട്. ഓരോരുത്തർ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. രാവിലെ വന്നവരാണ്, അവർ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. മമ്മൂട്ടി വന്ന് മടങ്ങി വന്ന് ആദരം അർപ്പിച്ച് മടങ്ങുമായിരുന്നു മമ്മൂട്ടി. കൂടുതൽ സിനിമാ പ്രവർത്തകർ ഒക്കെ ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനകം മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തിച്ചേരും. ഒട്ടേറെ കഥാപാത്രങ്ങൾ ഈ സമയത്ത് നമുക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട്. അതിൽ തന്നെ ആദ്യമായി അദ്ദേഹം സംവിധാനം ചെയ്തത് വടക്കുനോക്കി യന്ത്രം, അതിലെ തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രത്തെയൊക്കെ മലയാളി ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. തളത്തിൽ ദിനേശൻ തമാശ പറയുന്നത്, ശോഭയോട് വന്ന് തമാശ പറയുന്നത്, ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ തത്രപ്പാടുകൾ, അതെല്ലാം ഒരു മനോവൈകല്യമുള്ളൊരു കഥാപാത്രമായിരുന്നു തളത്തിൽ ദിനേശൻ. എത്രയൊക്കെ ശരിയാക്കിയാലും ശരിയാകാത്തൊരു മനോവൈകല്യങ്ങൾ, അങ്ങനെയുള്ള ഒരാൾ രൂപമായി അതാണ് തളത്തിൽ ദിനേശൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.